ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നലെ വന്ന് കയറിയ അവളാണോ അല്ലെങ്കിൽ ഇത്രയും കാലം ശമ്പളം തന്ന മമ്മിയാണോ നിങ്ങൾക്ക് വലുത്? മാഡം, ദേഷ്യം നിയന്ത്രിക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ. നിങ്ങളെക്കാൾ വലുതായി ഞാൻ വേറെ ആരും കാണാറില്ല. എങ്കിൽ ഇക്കാര്യത്തില് സിനിച്ചേച്ചി മിണ്ടരുത്. അമ്മേ, സുമിത്ര പരാതി പറയാൻ തുടങ്ങിയെന്ന് വെച്ചാ ഇനി ആ പരാതിയുടെ ആഴം കൂടും. നവീന്റെ ഭാഗത്തുനിന്നും ആ പരാതി ഉണ്ടാവും. ഒന്നും അറിയാത്തവർക്ക് എന്ത് നിർബന്ധം വേണേലും പിടിക്കാം. നമ്മുടെ അവസ്ഥ അതല്ലല്ലോ നന്ദ. ഗാതമോള് നല്ലതാണ്, പക്ഷേ കൊണ്ടുവന്ന് നിർത്തുന്നത് മരണത്തിലേക്കല്ലേ. നാളെ ചിലപ്പോ വേറെ ഏതെങ്കിലും ഹോട്ടൽ മുറിയെന്നായിരിക്കും ഞങ്ങൾക്ക് തെളിവ് കിട്ടുക. നീയും നവീനും അവിടെ ചെന്നതിന്റെ അത് ചിലപ്പോ നിങ്ങളുടെ ശീലമായിരിക്കും. കൃഷ്ണൻ, സിത്താര മേഡത്തിന്റെ പണം എങ്ങനെ തിരിച്ചു കൊടുക്കാന്ന് ആലോചിച്ചോണ്ട് നിൽക്കുകയായിരുന്നു മോള്. അതെ ഗോപാലമ്മ, നമ്മള് ചെലവാക്കിയ പണം കണ്ടെത്തിയല്ലേ പറ്റൂ. എവിടുന്ന? ഇടയ്ക്കിടയ്ക്ക് എനിക്കുണ്ട് ഇങ്ങനെ ഒരു ശീലം. ആവശ്യങ്ങൾ കൺമുന്നിൽ വാവളിച്ചു നിൽക്കുമ്പോ വരുമാനമൊന്നുമില്ലാത്തവൻ വേറെ എന്ത് ചെയ്യാനാ? തീ വിഴുങ്ങും പോലെ ടെൻഷനും കൊണ്ട് നടക്കും, അത്ര തന്നെ. എനിക്ക് അവിടേക്ക് ഒരിക്കലും ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. എന്റെ മനസ്സ് അതിന് സമ്മതിക്കില്ല. മോളെ, മാനം കെട്ട് അവിടെ പോണമെന്ന് ഗോപാലമാമ പറയില്ല. പക്ഷെ അവരുടെ കാര്യത്തില് അല്പം നമ്മൾ പേടിക്കണം. ആ വക ആളുകൾക്ക് മനുഷ്യത്വമൊന്നുമില്ല. അതെന്തിനാ പ്രത്യേകിച്ച് പറയുന്നേ? അവളത് നിത്യേനെ കാണുന്നല്ലേ. എന്റെ ഗോപാലേട്ടാ, ഒരാളുടെ മരണവാർത്ത കേട്ടാ പോലും അതിനോട് അവരൊന്ന് പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഈ കാശിന്റെ മുകളിൽ ഉറങ്ങിയാല് മനുഷ്യത്വം തീരെ ഇല്ലാണ്ടായി പോവോ? അവരുടെ മനുഷ്യത്വം ഇല്ലായ്മയൊക്കെ അവരുടെ കയ്യിലെ കാശ് തന്നെ തീർത്തോളും. നീ അതങ്ങ് വിട്ടേക്ക്. ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് മനുഷ്യന് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എവിടെയെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ ഗോപാലമാമ, ഒരു അവസാന ശ്രമം എന്ന പോലെ. ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് തങ്കത്തിനെ കൊണ്ടുവന്നിട്ട് അത് മുടക്കണ്ട. എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പൊക്കോ, ഞാനിവിടെ എവിടെയെങ്കിലും കുറച്ചു നേരം തനിച്ച് നിന്നോട്ടെ. അമ്മയുടെ മുന്നിൽ വെച്ച് കണ്ണു നിറഞ്ഞൊന്ന് കരയാൻ പോലും പറ്റില്ലല്ലോ. അതിന് കാരണം ചോദിച്ച് കൂടുതൽ അമ്മ കരയും. ഗോപാലേട്ടൻ വാ. എന്റെ ദേവി, ഇത്രയൊക്കെ എത്തിച്ചിട്ട് തോൽപ്പിച്ച് കളയാണല്ലേ.
മമ്മി അവളുടെ അമ്മയുടെ അഭിമാനത്തെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? മമ്മി എന്താ തീരുമാനിച്ചിരിക്കുന്നെ? അവള് പണം ട്രാൻസ്ഫർ ചെയ്താ അത് വാങ്ങിച്ച് വെറുതെ ഇരിക്കാനാണോ? മമ്മിയുടെ മുന്നില് അഹങ്കാരം കാണിച്ചവരെ മമ്മി എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം അവക്കും. അവളും അമ്മയും ഈ സിറ്റിന്ന് അഭിമാനത്തോടു കൂടി മടങ്ങരുത്. അല്ലെങ്കിൽ കൊന്നു കളയണം രണ്ടിനെ. ഗാഥ മാഡം, കൃഷ്ണ അപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അല്ലാതെ അവൾ ആരെയും വെല്ലുവിളിച്ചതൊന്നുമല്ല. സിനിച്ചേച്ചി എന്തിനാ അവളെ ന്യായീകരിക്കുന്നെ? ഇന്നലെ വന്ന് കയറിയ അവളാണോ അല്ലെങ്കിൽ ഇത്രയും കാലം ശമ്പളം തന്ന മമ്മിയാണോ നിങ്ങൾക്ക് വലുത്? മാഡം, ദേഷ്യം നിയന്ത്രിക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ. നിങ്ങളെക്കാൾ വലുതായി ഞാൻ വേറെ ആരെയും കാണാറില്ല. എങ്കിൽ ഇക്കാര്യത്തില് സിനിച്ചേച്ചി മിണ്ടരുത്. മമ്മിയുടെ തീരുമാനം പറയട്ടെ. മോളെ, ഒരു തീരുമാനം എടുക്കുന്നതൊക്കെ വളരെ എളുപ്പമാണ്. എതിരാളികളായിട്ട് നമ്മൾ അവരെ തീരുമാനിച്ച പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാനും പറ്റില്ല. പക്ഷേ അവൾ അങ്ങനെ പൊക്കൂടാ. മമ്മി, എന്റെ മുന്നിൽ വേറൊരു വഴിയില്ല കുട്ടി. നിന്റെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ. നിനക്ക് വേണ്ടി ഒരാളുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കേണ്ടി വന്നാ ഞാൻ അതും ചെയ്യും. ഞാൻ അതിന് സമ്മതിക്കില്ല. അവൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിനുവേണ്ടി മമ്മി സിനിച്ചേച്ചും അവളോട് റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല. നവീന്റെ ഒപ്പം ജീവിക്കണമെന്നില്ലേ നിനക്ക്? മോളുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരുന്ന എനിക്ക് ഇതും കൂടെ നടത്തി തരണം. നിന്റെ ജീവന് സുരക്ഷിതത്വം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പ് വേണം. അതിന് അവൾ വന്നേ പറ്റൂ. ഇക്കാര്യത്തിൽ മറ്റൊന്നും മോൾ ഇനി പറയണ്ട. മമ്മി ചിലപ്പോ അവളെ വിളിക്കുമായിരിക്കും, അവള് തിരിച്ചെത്തുമായിരിക്കും. പക്ഷേ സിനിച്ചേച്ചി നോക്കിക്കോ, അവള് പറഞ്ഞതിനൊക്കെ കണക്ക് തീർക്കുന്നത് ഞാനായിരിക്കും.